ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സൗണ്ടൊക്കെ അടങ്ങിയിരിക്കുവാണ് കേട്ടോ. നല്ല പനിയായിരുന്നു, മോക്കും എനിക്കും പനിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് പോയ കഥ പറയാനാണ് ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത്. മോക്ക് നല്ല പനിയുണ്ട്, എനിക്കും സുഖമില്ല. എങ്കിലും ഞങ്ങൾ സിനിമ കാണാൻ വിട്ടില്ല. സിനിമ കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ, ചേട്ടൻ, ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ നാത്തൂന് 2 കുട്ടികൾ, പിന്നെ ഹസ്ബൻഡ്. ഞങ്ങൾ അങ്ങനെ 6 പേരായിട്ടാണ് സിനിമയ്ക്ക് പോയത്. അച്ഛനും അമ്മയ്ക്കും ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. 2 പേർക്കും അച്ഛന് ഹാർട്ടിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛന് ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്മയും വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം തമ്പാനൂരിലുള്ള ന്യൂ തിയേറ്ററിലാണ് സിനിമ കാണാനായിട്ട് പോയത് കേട്ടോ. നൈറ്റ് 10:15 ഷോ ഉള്ളത്. അങ്ങനെ നൈറ്റ് സമയമായിട്ടുണ്ട്, ഞങ്ങൾ എത്താൻ താമസിച്ചു. ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ. പരസ്യം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള പരസ്യം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നല്ല ത്രോട്ട് പെയിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ തന്നെ സിനിമ തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സത്യം പറയാൻ നല്ല ആകാംക്ഷയുടെ കണ്ടൊരു ഫിലിമാണ് കേട്ടോ. നല്ല അടിപൊളി പടം. കാരണം മോഹൻലാലിനെ നമ്മൾ ഒത്തിരി നാളുകൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നത് ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ കണ്ടതിലൊരു നല്ലൊരു പടമായിരുന്നു. നമ്മുടെ ദൃശ്യം മൂവിയൊക്കെ അതുപോലെ ഒരു നല്ലൊരു പടം, നല്ലൊരു എക്സൈറ്റ്മെൻറ്റോടെയും ഒരുപാട് ത്രില്ലടിച്ചിരുന്ന ഒരുപാട് നിമിഷങ്ങളോടുകൂടിയുള്ള സിനിമ. ഒരുപാട് പേര് കഥ പറയാൻ തുടങ്ങിയതാണ്, പക്ഷേ ഞാൻ കേൾക്കാൻ നിന്നില്ല. ഞാൻ പോയി കാണണം എന്നുള്ളതായിരുന്നു. നമ്മൾ എത്ര പറഞ്ഞാലും ഈ തിയേറ്ററിൽ പോയി കാണുന്നത് പോലുള്ളൊരു ആ എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ലല്ലോ വീട്ടിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ. അപ്പം തുടക്കവും ഒടുക്കവും എല്ലാം അടിപൊളിയായിരുന്നു. മാസ് എൻട്രിയും മാസ് എക്സിറ്റും ആയിരുന്നു നമ്മുടെ മോഹൻലാലിൻ്റെ. അപ്പോൾ സൂപ്പറായിരുന്നു പടം. എങ്ങനെ സമയം പോയെന്ന് അറിയത്തില്ല കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി കാണുക കേട്ടോ. ഞങ്ങൾ 10:15 തുടങ്ങിയ ഷോ 1 മണിയായപ്പോൾ കഴിഞ്ഞായിരുന്നു ഷോ. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ബേക്കിലായിരുന്നു. എല്ലാവരും ഒന്നൊക്കെ ഇറങ്ങിയ ശേഷമാണ് ഞങ്ങൾ പതുക്കെ ഇറങ്ങിയത്. മോൾക്ക് നല്ല പനിയുണ്ടായിരുന്നു. പിന്നെ എല്ലാം പൊതിഞ്ഞ് കെട്ടി ചേട്ടൻ കൊണ്ടുപോവാണ് മോളുട്ടിയെ. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വീഡിയോ അതിൻ്റെ ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.